വി.ഡി. സവർക്കറെ പ്രശംസിച്ച ആലപ്പുഴ വെൺമണി ലോക്കൽ സെക്രട്ടറിക്കെതിരെ CPIയിൽ നടപടി. ഷുഹൈബ് മുഹമ്മദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്നലെയായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ നടന്ന സംഭാഷണത്തിൽ ഷുഹൈബ് വി.ഡി. സവർക്കറെ പുകഴ്ത്തിക്കൊണ്ട് ശബ്ദ സംഭാഷണം നടത്തിയത്. ഒരു കോൺഗ്രസ് നേതാവുമായുള്ള തർക്കത്തെ തുടർന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഷുഹൈബ് ഇത്തരത്തിൽ ഒരു സന്ദേശം അയച്ചത്. വലിയ ചരിത്ര വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സവർക്കറുടെ പോരാട്ടത്തെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. സവർക്കർ BJP എന്ന ഹിന്ദുത്വ തീവ്ര നിലപാടുള്ള ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു എന്നതിന് മുൻപ് ഒരു സവർക്കർ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടിസ്ഥാന ആശയം നിരീശ്വരവാദമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായി കോൺഗ്രസ് നേതാക്കളെക്കാൾ കൂടുതൽ ത്യാഗം സഹിച്ച വ്യക്തിയാണെന്നും ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനി ആണെന്നും പോരാട്ടത്തിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിരുന്നു. ആൻഡമാനിലെ ജയിലിൽ കിടന്ന് സ്വാതന്ത്ര്യ സമര പോരാളികളെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ വി.ഡി. സവർക്കർ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നായിരുന്നു ലോക്കൽ സെക്രട്ടറി വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞത്. ആൻഡമാനിലെ ജയിലിൽ കിടന്ന് സ്വാതന്ത്ര്യ സമര പോരാളികളെ പരുവപ്പെടുത്തിയെടുത്തത് സവർക്കർ ആയിരുന്നുവെന്നും കൂടാതെ ദേശീയത ഊട്ടിയുറപ്പിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച നേതാവാണ് സവർക്കർ എന്നും ഷുഹൈബ് പറഞ്ഞു. സവർക്കറെയും കോൺഗ്രസ് നേതാക്കളെയും താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു ഷുഹൈബിന്റെ മറുപടി. എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി ഷുഹൈബ് രംഗത്തെത്തി. തന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തു എന്നാണ് ഷുഹൈബ് പറയുന്നത്. എന്നാൽ ഇക്കാര്യം ഗ്രൂപ്പിലുള്ള മറ്റംഗങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഗ്രൂപ്പിൽ നടന്നത് വലിയ ഒരു ചർച്ചയായിരുന്നുവെന്നും ഒരു കോൺഗ്രസ് നേതാവിനോട് വിജയിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സവർക്കർ സ്നേഹവും പുകഴ്ത്തലും നടത്തിയതെന്നാണ് അംഗങ്ങൾ പറയുന്നത്. എന്തായാലും വിവാദ സന്ദേശം പുറത്തു വന്നതിനു പിന്നാലെയാണ് വെൺമണി ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും CPIയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഷുഹൈബിനെ പുറത്താക്കിക്കൊണ്ട് സംസ്ഥാന കമ്മിറ്റി തീരുമാനം എടുത്തത്. ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് ഈ ഒരു നടപടി. എന്നാൽ തന്റെ വാട്സ്ആപ്പ് നമ്പർ ഹാക്ക് ചെയ്ത് തെറ്റായ ശബ്ദ സന്ദേശം മറ്റാരോ അയച്ചത് എന്നായിരുന്നു ഷുഹൈബിന്റെ മറുപടി. എന്നാൽ പാർട്ടി ഇത് നേതാവിന്റെ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളുമടക്കം 418 അംഗങ്ങളുള്ള ഗ്രൂപ്പിലാണ് സവർക്കറെ പുകഴ്ത്തിക്കൊണ്ടുള്ള CPI നേതാവ് ഷുഹൈബിന്റെ ശബ്ദ സന്ദേശം. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് ഇത്തരത്തിൽ വ്യാപക വിമർശനം ഉന്നയിച്ചതും ഇയാളെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും. കഴിഞ്ഞ ദിവസമായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം അയച്ചത്. എന്നാൽ താനല്ല അയച്ചത് എന്ന് പറയുമ്പോഴും ഗ്രൂപ്പിലുള്ള മറ്റാരും തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. അതായത് ഇദ്ദേഹം തന്നെയാണ് ഇത് അയച്ചത് എന്ന് ഊട്ടിയുറപ്പിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പാർട്ടി ഒരു തീരുമാനം കൈക്കൊണ്ടതും സസ്പെൻഷനിലായതും.